പാലാ തൊടുപുഴ റോഡിൽ പ്രവിധാനം ടൗണിന് സമീപത്തായിട്ട് ഒരു 16 സെന്റ് സ്ഥലത്തില് 2400-2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നല്ലൊരു വീട് വിൽപ്പനയ്ക്ക്. പുതിയ വീടാണ്, ഒറ്റനില വീടാണ്, കേരള സ്റ്റൈല് വീടാണ്. അതുപോലെ ഒരാൾ താമസിക്കുവാൻ വേണ്ടി പണിത വീടാണ്. ഫുള്ള് തേക്കന്തടി ഉപയോഗിച്ച് പണിതിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ കട്ടള ആഞ്ഞലിയും പാളികൾ തേക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഇത് കട്ടള സഹിതം ഫുള്ള് തേക്കന്തടിയിട്ട് പണിതിരിക്കുന്നതാണ്. വിത്ത് ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് നമുക്ക് ഈ വീട് ലഭ്യമാക്കുക. അപ്പോൾ ചോദിക്കുന്ന വില 1,30,00,000 രൂപ. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നേരെ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും സമയം വേസ്റ്റ് ആക്കണ്ട. പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിധാനം ടൗണിന് സമീപം, ടൗണിൽ നിന്നും ഏകദേശം 300 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി ഒരു 16 സെന്റ് സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുക. 16 സെന്റ് സ്ഥലവും പുതിയ വീടും വിൽപ്പനയ്ക്ക്. 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം അറ്റാച്ച്ഡും പിന്നെ ഒരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ മുകളിലത്തെ നിലയിൽ ഒരു റൂഫ് വർക്കിനകത്തൊരു ബെഡ്റൂം പോലെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കയറി കാണാം. ആ ബെഡ്റൂമും കൂടി ഉൾപ്പെടെയാണെങ്കിൽ 5 ബെഡ്റൂം എന്ന് വേണമെങ്കിലും പറയാവുന്ന രീതിയിൽ 5 ബെഡ്റൂം വീടും വിൽപ്പനയ്ക്ക്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മൊത്തം ഇട്ടിരിക്കുന്നത്. വീട് ഫ്രണ്ട് മുറ്റം കുറേ കൂടിയുണ്ട്. അവർക്ക് കൃഷി ചെയ്യുവാനായിട്ട് അവർ കെട്ടി തിരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി ഈ മണ്ണൊക്കെ മാറ്റി വേണമെങ്കിൽ ഇവിടെയും ബാംഗ്ലൂർ സ്റ്റോൺ ഇടുവാണെങ്കിൽ വലിപ്പമേറിയ മുറ്റം തന്നെയാണ്. നല്ല ഇപ്പോഴാണെങ്കിലും 2-3 വണ്ടി കയറ്റി തിരിച്ചെടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മുറ്റമുണ്ട്. ഒരു വെളിയിലുള്ള ആൾക്കാർ അവർക്ക് താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത വീടാണ്. താമസിക്കുവാനായിട്ട് പണി തീർത്ത് ജസ്റ്റ് താമസിക്കുവാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവർക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് USA തിരിച്ചു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നതിനാൽ തന്നെ അവർ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിച്ച് മീനച്ചൽ ഹോംസിനെ വിളിച്ചതാണ്. അപ്പോൾ ഇത് നല്ല ഈ ബാക്ക് സൈഡിലൊക്കെ കെട്ടിയെടുത്തിരിക്കുന്ന മുഴുവൻ അവർക്ക് കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശം, പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഏകദേശം കുറേ മണ്ണൊക്കെ അവർ കൊണ്ടുവന്ന് ഇറക്കി. അപ്പോൾ ഈ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇറക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുറ്റമായിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അല്ല, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യപ്രദമായ രീതിയിലാണ് അതൊരുക്കിയിരിക്കുന്നത്. നമ്മൾ 5 ബെഡ്റൂം ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു ബെഡ്റൂം ഈ കാണുന്നതാണ്. അത് എത്രത്തോളം ഉപയോഗപ്രദമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് നമുക്കൊരു സെർവൻ്റ് ഉണ്ടെങ്കിൽ സെർവൻ്റ് റൂമായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നല്ലൊരു സ്റ്റോർ റൂമാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ വാഷിംഗ് മെഷീൻ വെച്ച് തുണിയൊക്കെ എവിടെ ഇളങ്ങാനിടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കേരള തനിമയോടുകൂടി വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. അത് ആഗ്രഹിച്ച് വെളിയിൽ വർഷങ്ങൾ ജോലി ചെയ്തപ്പോൾ കേരളത്തോടുള്ള സ്നേഹത്തോണ്ട്, കേരള തനിമയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് പണിത് തരുന്നതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ 2 സൈഡും പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ പഞ്ചായത്ത് റോഡ് അരികിൽ എന്ന് തന്നെ ഇതിവിടെ അലക്കുകല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ തടികളും തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് കട്ടള ആഞ്ഞിലി പാളികൾ തേക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കട്ടളയും കൂടി തേക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർ പറയുന്നതനുസരിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റായിട്ടുണ്ടെന്ന് പറയുമ്പോഴും കട്ടള ആഞ്ഞിലിയാണ് എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ കട്ടള തേക്കാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അവർ പറയുന്ന കോസ്റ്റ് ഒട്ടും കൂടുതലല്ല. കാരണം അവർക്ക് അത്രയും ചിലവ് വന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലായി. ഇവിടെയാണ് നമ്മുടെ കൃഷി തോട്ടങ്ങൾ എല്ലാം ചെയ്യുവാനായിട്ടുള്ള സ്പേസ് ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇതുണ്ട്, വിൻഡോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ആംഗിളിലാണ് വിൻഡോ ഒക്കെ ചെയ്തിരിക്കുക. എല്ലാം ഒരു പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് ജസ്റ്റ് 1 മാസമേ ആയിട്ടുള്ളൂ പണി കഴിഞ്ഞിട്ട്. തേക്കിൻ തടി കൊണ്ടുള്ള ഒരു കൈവരി പോലെയുള്ള സംഭവമാണ് ഈ കൊടുത്തിരിക്കുക. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു 4 കെട്ട് മോഡലൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം ഇപ്പോൾ എൻ്റെ വണ്ടി മുറ്റത്തിട്ടിട്ടുണ്ട്. എന്നാലും ഒരു വണ്ടിയും കൂടെ വേണമെങ്കിൽ സൈഡിൽ കൂടെ ഞാൻ കറക്റ്റായിട്ട് ഇടുവാണെങ്കിൽ സൈഡിൽ കൂടെ കയറി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് വലിപ്പമുള്ള മുറ്റം തന്നെയാണ്. നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. തേക്ക് കൊണ്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് സിറ്റ് ഔട്ട് കവർ ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ്. നല്ല തേക്കൻ തടി കൊണ്ടുള്ള കട്ടളയും പാളികളും എല്ലാം തേക്കൻ തടി കൊണ്ടുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ്.
നമുക്ക് സിറ്റ് ഔട്ടിനെ ഒന്ന് വലം വെച്ച് നോക്കാം. സിറ്റ് ഔട്ടിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീടും സ്ഥലവും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. നമുക്കത് ചെറിയ നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. വിത്ത് ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് നമുക്ക് ഈ വീട് ലഭ്യമാക്കുക. ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി നേരെ സ്വീകരണ മുറിയിൽ പണിതിട്ടിരിക്കുന്ന ചെയറൊക്കെ നമുക്ക് കാണാം. ഏറ്റവും ഗ്രാൻഡായിട്ട് ഏറ്റവും കട്ടിക്കുള്ള ഉരുപ്പടി ചെയ്ത് വെച്ച് തന്നെ അവർ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഉരുപ്പടികളാണ് ഈ കാണുന്നത്. ഈ AC എല്ലാ സൗകര്യങ്ങളും ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ ഈ വില പറയുക. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാള് എന്ന് പ്രതീക്ഷിച്ചാണ് കയറിയത്. പക്ഷേ ഇവിടെ ഒരു നടുമുറ്റം ഉള്ള നല്ലൊരു വിശാലമായ നല്ലൊരു ഏരിയയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെ ഒരു കോക്കറി ഷെൽഫായിട്ട് നമ്മുടെ ബുക്സൊക്കെ അടുക്കി വെക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നല്ലൊരു രൂപക്കൂട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ആണ് വയറിങ് കൊടുത്തിരിക്കുക. ഈ നടുമുറ്റത്തിൻ്റെ റൗണ്ടൊന്ന് ചുറ്റി നടന്ന് കാണാൻ മാത്രമുണ്ട്. അപ്പുറത്തെ സൈഡിൽ കാണുന്ന ആ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ഹാള്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് ഈ ബെഡ്, കട്ടിൽ എല്ലാം കൂടെ സഹിതം ഫുൾ ഫർണിച്ചറോട് കൂടി വിത്ത് AC കൂടി മുഴുവൻ സൗകര്യത്തോടും കൂടിയാണ് നമുക്ക് ഈ വീട് തരുന്നത്. കബോർഡ്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളൊക്കെ വിദേശത്ത് പോകുന്ന സമയത്താണ് നമുക്ക് കേരളത്തോട് സ്നേഹം കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാടിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനും വിദേശത്ത് ജോലി ചെയ്ത ആളായപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലൊന്ന് എത്തിപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം നാടിനെ നമ്മൾ അതുപോലെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം. ഒരു പ്രവാസിയായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ നല്ലൊരു വീട് സ്വപ്നം കണ്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. വീണ്ടും ആരോഗ്യപരമായ കാരണങ്ങളാലൊക്കെ വിദേശത്തേക്ക് മക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ട കാരണം കൊണ്ട് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടാണിത്. ഹൈവേയിൽ നിന്ന് ദൂരം എന്ന് പറയുന്നത് 300 മീറ്റർ ദൂരമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം മെയിൻ ഹൈവേയിലേക്ക് ഇറങ്ങുവാനായിട്ട് നമുക്ക് നടന്നു പോയി കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുവാനും നടന്നു പോയി ബസ്സിൽ കയറി പോകുവാനും അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റലിലേക്ക് പോകുവാനൊക്കെയാണ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് മേടിച്ചിരിക്കുന്ന ഒരു വീടാണ്. മാത്രമല്ല പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീടിരിക്കുന്നത്. പഞ്ചായത്ത് റോഡരികിൽ 2 സൈഡും പഞ്ചായത്ത് റോഡെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് റൂമിലാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക. നമ്മൾ മീനച്ചിൽ ഹോംസിൻ്റേതായ വീടുകൾ പണിയുമ്പോൾ, നമ്മൾ സ്വന്തമായ നിലയിൽ പണിയുമ്പോൾ എൻജിനീയേഴ്സിനോടും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ അഭിപ്രായം പറയും, ഈ രീതിയിൽ നമുക്കൊരു വാഷ് കൗണ്ടർ, ബെഡ്റൂമിൻ്റെ വാഷ് കൗണ്ടർ നമുക്ക് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെളിയിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ആരും അംഗീകരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ അത് ഭയങ്കര സൗകര്യപ്രദമാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഈ വീട് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് അങ്ങനെ തോന്നി. വാഷ് ഏരിയ കൊടുക്കേണ്ടത് ഡ്രസ്സിങ് ഏരിയയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതിയിടാം. എനിക്ക് തോന്നിയ അഭിപ്രായമാണ് പറഞ്ഞത്. അതുപോലെ എന്തുകൊണ്ട് മുഴുവൻ തേക്കിൻ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഹോളും ഡൈനിങ് ഫ്രണ്ട് എല്ലാം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക. മുഴുവൻ തേക്കിൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുക. ബെഡ്റൂമുകൾ സഹിതം മുഴുവൻ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക. അപ്പം 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ്. മിററൊക്കെ ആണെങ്കിലും ഒരു ഫുള്ളായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിലുണ്ട്. എന്നെ മുഴുവനോടെ കാണാവുന്ന രീതിയിൽ. അങ്ങനെ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിലാണ് മിററൊക്കെ കൊടുത്തിരിക്കുക. കബോർഡ് വർക്കുകളാവട്ടെ നമുക്ക് തലയണ പോലത്തേക്ക് നമുക്ക് എപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും മുകളിലത്തെ ഇതിലേറി വെക്കാം. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ വാഷ് കൗണ്ടർ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ വെക്കുക എന്നുള്ളത്.
മൊത്തം ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുക. എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് കൊടുത്തിരിക്കുക. എല്ലാം ഏറ്റവും ടോപ്പ് സാധനങ്ങൾ തന്നെ. ഒരു കടയിൽ കയറി ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് എന്താണോ അത് തന്നെ സെലക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുക. ഡൈനിങ് ഹാളിലെ ചെയർസൊക്കെ എല്ലാം തേക്കും തടി തന്നെയാണ്. അങ്ങനെ ഈ ഡൈനിങ് ടേബിൾ എല്ലാം കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു അലമാരി മാത്രം കൊടുക്കില്ല, ബാക്കി മുഴുവൻ ഫർണിച്ചറോടും കൂടി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുക. അത് കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അലമാരിയാണ്. അപ്പോൾ അത് ഒഴിച്ച് ബാക്കി മുഴുവൻ അലമാരികളും സാധനങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മൾ 4ാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറിയത്. ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകൾ, അവിടുത്തെ മിറർ സിസ്റ്റം, വാഷ് ഏരിയ, അതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്യാവുന്ന ടൈപ്പ് ടോയ്ലറ്റുകൾ. ടൈലൊക്കെ ആണെങ്കിലും ഏറ്റവും ടോപ്പ് വരെ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലെയും ടോയ്ലറ്റുകളിൽ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലും വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാക്കിൽ നിന്നല്ല, ടോയ്ലറ്റിൻ്റെ സഹിതം വിൻഡോകൾ മുഴുവൻ നെറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ടൈപ്പ് നെറ്റുകളാണ്. അതായത് ഒരു കൊതുകോ പാറ്റയോ പല്ലിയോ ഒന്നും നമ്മുടെ വീടിനകത്തേക്ക് കയറില്ല. ഫ്രണ്ട് ഡോറ്, ബാക്ക് ഡോറ്, മൊത്തം വിൻഡോസ്, അത് ബാത്റൂം വിൻഡോസ് സഹിതം ചെയ്തിട്ടുണ്ട്. മൊത്തം ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളതും വെള്ളം കയറാത്ത മേഖലയാണെന്നുള്ളതുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ വാഷ് കൗണ്ടർ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുക. കാരണം ഡൈനിങ് ഹാളുമായിട്ടൊരു ശകലം ഗ്യാപ്പാകുന്നതാണ്. കാരണം ഫുഡ് കഴിക്കുന്ന ആൾക്കാരുടെ ഒരു ശല്യമുണ്ടാകാത്ത രീതിയിൽ ആണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഒരു കോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഈ നടുമുറ്റം നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം വീണ്ടും കിച്ചണിലേക്ക് കയറുകയാണ്. കിച്ചൻ്റെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ. ഈ കിച്ചണിലിരിക്കുന്ന ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഏറ്റവും വില കൂടിയ ഫ്രിഡ്ജ്, ഡബിൾ ഡോർ, ഒരു സൈഡ് കംപ്ലീറ്റ് ഫ്രീസർ ആയിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഇവിടെ. കബോർഡ്സ് മുഴുവൻ തേക്കാണ്. എല്ലാം നല്ല അടുക്കിയോടും ചീട്ടയോടും കൂടി വയ്ക്കാവുന്ന രീതിയിലുള്ള നല്ല കബോർഡ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. മൈക്രോവന്, ഇലക്ട്രിക് ചിമ്മിനി, സെൻസറെ വർക്ക് ചെയ്യുന്ന ചിമ്മിനി. ഇതാണ് നമ്മൾ പറഞ്ഞത്, കിച്ചണിൽ വരെയും ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ ഇതൊരു ചെറിയ സിറ്റ് ഔട്ടാണ്. പക്ഷേ ഈ സൈഡ് കവർ ചെയ്ത് നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ പുറത്ത് കാണും എന്താണ് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. കവർ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു സിറ്റ് ഔട്ട്. അവിടെ നിന്ന് ഈ ലെഫ്റ്റിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് നമ്മുടെ അടുക്കള, കിച്ചൺ കണ്ട് വർക്ക് ഏരിയ എന്ന് പറയുന്ന പ്രൊവിഷൻ. ഇവിടെ പുകയില്ലാത്ത അടുപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വർക്ക് ഏരിയ, ആ വർക്ക് ഏരിയയുടെ ചുറ്റിലുമുള്ള സിറ്റ് ഔട്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. അതൊക്കെ എന്തെങ്കിലും സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ല ഒരു ഇതാണ്. നമ്മൾ വീണ്ടും അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ആദ്യം ഫ്രണ്ട് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലായിരിക്കും ചിലപ്പോൾ ഇതെന്താണ് ഈ കവർ ചെയ്തിരിക്കുന്നതെന്ന്. ഈ സിറ്റ് ഔട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനിയുടെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഫങ്ഷനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല. കാരണം കുറേ കാര്യങ്ങൾ ഈ ചെയ്തിരിക്കുന്നതിൻ്റെ കുറേ വശങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഡോറ് തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ കാണുവാൻ, ഈ വീട് നേരിൽ കാണുവാൻ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ. അപ്പോൾ നാളെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.